ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ട വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് ഈ സ്ലീപ്പ് ഡിവോഴ്സിനെ കുറിച്ചിട്ട്. ഈ സ്ലീപ്പ് ഡിവോഴ്സ് എന്നൊക്കെ ആ ഒരു ടൈറ്റിൽ ഇട്ട് ഈ ഒരു വാർത്ത കൊടുക്കുമ്പോഴത്തേന് അതിനകത്ത് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്ത്യയിലുള്ള ആളുകൾ വളരെ നെഗറ്റീവായിട്ട് മാത്രമേ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ഇപ്പൊ ഇന്ത്യ ടുഡേയുടെ ഒരു ന്യൂസിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: സ്ലീപ്പിംഗ് സിംഗിൾ സ്റ്റേയിങ് മാരീഡ്, ദ റൈസ് ഓഫ് സ്ലീപ്പ് ഡിവോഴ്സ് ഇൻ ഇന്ത്യ. Over 70% of Indian couples opt for sleep divorce to improve rest, citing snoring, stress and mismatched schedules, highlighting a global sleep crisis impacting health and relationships, according to a study. വളരെ സമാധാനപരമായിട്ടുള്ള ഉറക്കത്തിന് വേണ്ടി പങ്കാളികളായിട്ടുള്ള ആളുകൾ ഒരു കട്ടിലിൽ തന്നെ രണ്ടായിട്ട് മാറി കിടക്കുകയോ അല്ലെങ്കിൽ രണ്ട് മുറികളിലായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഒരു മുറിയിൽ തന്നെ രണ്ട് ബെഡുകളിലായി കിടക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിംപ്ലി സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടുപേർ മാറി കിടക്കുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. റെസ്മൺ 2025 ഗ്ലോബൽ സ്ലീപ്പ് സർവേയിൽ തെളിഞ്ഞൊരു കാര്യമുണ്ട്. ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പ് ഡിവോഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് സെപ്പറേറ്റ് ആയിട്ട് ഉറക്കം നടത്തുന്നത് ഇന്ത്യയിലാണ്. 78% ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു റെസ്റ്റിന് വേണ്ടിയാണ് അവരിൽ പല ആളുകളും ആ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത്.